നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് തമിഴ്നാട് പോലീസിൻ്റെ യൂണിഫോമിൽ അവരുടെ ഇടത്തെ കൈയിൽ ഒരു എംബ്ലമുണ്ട്. അതായത് അവരുടെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ എംബ്ലമാണത്, സിമ്പിളാണത്. അതിനകത്തിലൊരു ഗോപുരമുണ്ട്. അത് ഏത് ഗോപുരമാണെന്ന് അറിയാമോ? 1948 മദ്രാസ് പ്രൊവിൻസ് ആയിരുന്നു. അന്നത്തെ മിനിസ്റ്ററായിട്ടുള്ള ഒമന്തൂർ രാമസ്വാമി റെഡ്ഡി പറഞ്ഞു തമിഴ്നാടിൻ്റെ കൾച്ചറിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സിമ്പിൾ വേണമെന്ന്. അദ്ദേഹം TK ചിദംബരനാഥ മുതലിയാരെ സമീപിക്കുകയാണ്. അദ്ദേഹം ഒരു തമിഴ് സ്കോളറാണ്. അപ്പം അദ്ദേഹമാണ് പറഞ്ഞത് നമുക്ക് ക്ഷേത്ര ഗോപുരം നമുക്ക് സിമ്പിളാക്കി വെക്കാം, ചിഹ്നമായിട്ട് വെക്കാം എന്നുള്ളത്. അപ്പം നെഹ്റു ഒക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹിന്ദു കമ്മ്യൂണിറ്റിയെ മാത്രം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന രീതിയാവില്ല, മറ്റുള്ള കമ്മ്യൂണിറ്റിക്ക് അത് എങ്ങനെ എടുക്കുമെന്നുള്ള രീതിയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അല്ല, അതൊരു കൾച്ചർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി വെച്ചിട്ടല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ അത് അംഗീകരിക്കുകയും അപ്പോൾ ഈ ചിഹ്നത്തിന് രൂപകൽപ്പന നടത്താനായിട്ട് TKC സമീപിക്കുന്നത് R കൃഷ്ണറാവുവിനാണ്. അദ്ദേഹം ഒരു എഡ്യൂക്കേറ്ററാണ്, അദ്ദേഹം ഒരു പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്, അധ്യാപകനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുക്ക പറയുന്നു അങ്ങനെ അദ്ദേഹം ഇത് രൂപകൽപ്പന ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. TKC പറഞ്ഞത് അദ്ദേഹത്തിന് ശ്രീവില്ലിപുത്തൂർ അണ്ടാൾ ക്ഷേത്രത്തിൻ്റെ ഗോപുരം, ഇപ്പോഴും നമ്മൾ ഒഫീഷ്യൽ റെക്കോർഡ്സിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീവില്ലിപുത്തൂർ അണ്ടാൾ ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് ആ ചിഹ്നം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് ഞാൻ മനസ്സിൽ കണ്ടിട്ടാണ് അത് ചെയ്തതെന്നും അതാണെന്നും മധുരമീനാക്ഷി ക്ഷേത്രമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ജനിച്ചത് മധുരയിലാണ്, അദ്ദേഹത്തിൻ്റെ പേരൻസ് ഒക്കെ അവിടെ നിന്നാണ്, അദ്ദേഹത്തിന് മധുര ക്ഷേത്രവുമായിട്ട് വളരെയധികം നല്ല കണക്ഷനുണ്ട്. അതുകൊണ്ട് പടിഞ്ഞാറൻ ഗോപുരമാണ് അദ്ദേഹം ഡിസൈൻ ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോഴും ഡിബേറ്റബിൾ ആയിട്ടൊരു കാര്യമാണ് ഏത് ഗോപുരമാണ് ആ ചിഹ്നത്തിലുള്ളത് എന്നുള്ളത്.